ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലിസ്ഫുൾ റീൽസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീസ് ഓണിയൻ പറാട്ട. ചീസ് ഓണിയൻ പറാട്ട ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പം പറാട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകുകളും എടുക്കാം. ഇനി നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിയാം. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഉള്ളി എപ്പോഴും കുഞ്ഞതായിട്ട് അരിയണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് പൊറോട്ട പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഉള്ളി വളരെ ചെറിയ പീസസായിട്ട് അരിയണം. ഇങ്ങനെ ഇതിലും ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അടുത്തത് നമുക്ക് പച്ചമുളക് അരിയാം. നമ്മൾ ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് പച്ചമുളകും അരിയാം. അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും നമുക്കൊരു പാത്രത്തിലിടാം. ഇനി നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചീസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞങ്ങളിവിടെ വീട്ടിൽ 4 പേരുണ്ട്. 4 പേർക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ചീസിന് ഓൾറെഡി ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഉപ്പിടുമ്പം അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചീസും മുമ്പ് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും മുളകിൻ്റെയും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. മുളകും അത്യാവശ്യത്തിന് ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ നമുക്ക് അയമോദകം ചേർക്കാം, അജ്വൈൻ. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മിക്സ്ചറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീസിനകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കുന്ന പൊറാട്ടയുടെ അകത്ത് സ്റ്റഫ് ചെയ്യേണ്ട മിക്സ്ചറായത്. അങ്ങനെ നമ്മുടെ സ്റ്റഫ് റെഡിയായി. ഇനി നമുക്ക് മാവ് കുഴയ്ക്കണം. മാവ് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിൽ 3 കപ്പ്
ഗോതമ്പ് പൊടി എടുക്കണം. ഈ ഗോതമ്പ് പൊടിക്കകത്ത് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അങ്ങ് കുഴച്ചാൽ മതി. നമ്മൾ എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ, ഇങ്ങനെ ഇടിച്ചിടിച്ച് കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ മാവ് സോഫ്റ്റ് ആവും. അങ്ങനെ നമ്മുടെ മാവ് ഇതാ റെഡിയായി. വിരലൊഴിച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ്. നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് മാവിൽ നിന്ന് നമുക്കൊരു ചെറിയ ബോൾ സൈസ് ഉരുള എടുക്കാം. ഒരു ലഡുവിൻ്റെ അത്ര സൈസുള്ളൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഗോതമ്പ് പൊടിക്കകത്ത് മുക്കിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തണം. ഒരു ചെറിയ റൊട്ടിയുടെ പോലെ നമുക്ക് നന്നായിട്ട് പരത്താം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഫ് മിക്സ്ചർ അങ്ങോട്ട് ഇടാം. നമ്മളെല്ലാ എഡ്ജസും കൂടെ ജോയിൻ ചെയ്ത് സ്റ്റഫ് നടുക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ നന്നായിട്ട് അടയ്ക്കണം. നമ്മുടെ വിരൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് സ്റ്റഫ് എല്ലായിടത്തും ആക്കണം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ സ്റ്റഫ് അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഈവൻലി എല്ലായിടത്തും ആവും. നമ്മൾ ചെറിയ പ്രഷറിൽ നമുക്കതിനെ പരത്താം. അങ്ങനെ ഫൈനലി നമ്മുടെ പൊറോട്ട ഇത് പരത്തി കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തവ എടുത്ത് വെക്കാം. തവ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി ഈ പൊറോട്ട വെച്ചിട്ട് ഈ സൈഡിലും കൂടെ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും പൊറോട്ട നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ പൊറോട്ട തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. നല്ല ബ്രൗൺ ആയതിനു ശേഷം നമ്മളിത് എടുക്കാവുള്ളൂ. നമ്മുടെ പൊറോട്ട ഇതാ ചെറിയ ബ്രൗണിഷ് കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡിലും ചെറിയ ബ്രൗണൊക്കെ വരാൻ തുടങ്ങി, പൊന്താനൊക്കെ തുടങ്ങി. അടുത്ത സൈഡ് ഇട്ട് കൊടുക്കണം. തേണ്ട ബ്രൗണൊക്കെ ആയി. ഇങ്ങോട്ടൊക്കെ ബ്രൗണൊക്കെ ആയിട്ട് നമുക്കിതിനെ എടുക്കാറായി. അങ്ങനെ നമുക്ക് പൊറോട്ട എടുക്കാം, പ്ലേറ്റിലോട്ട് ഇടാം. ഇത് ഞങ്ങളുടെ അടുത്ത പൊറോട്ട റെഡി ആവുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചീസ് ഓണിയൻ പൊറോട്ട റെഡിയായി. നമുക്കിത് അച്ചാർ കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചട്നി ഉണ്ട് അത് കൂട്ടി കഴിക്കാം. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ്, പൊറോട്ടയുടെ ചട്നി.
നോൺ വെജ് ഇഷ്ടമുള്ളവർ എഗ് ബുർജി വെച്ച് കഴിക്കാം. അച്ചാറുമായിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് വെറുതെ വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കമൻറ്റും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.